ഹലോ ഗൈസ്, MSF ഹെൽപ്പ് ഡെസ്കിലേക്ക് സ്വാഗതം. പുതുതായി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ അഡ്മിഷൻ അപ്ലൈ ചെയ്യുന്നതിനും മറ്റും വേണ്ടി സ്റ്റുഡൻസ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇമെയിൽ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് കാണിക്കുന്നത്. ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. പുതുതായി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ അഡ്മിഷൻ അപ്ലൈ ചെയ്യുന്നതിനും മറ്റും വേണ്ടി സ്റ്റുഡൻസ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇമെയിൽ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് കാണിക്കുന്നത്. ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഡിഗ്രിയോ PGയോ പഠിച്ച് മുമ്പ് സ്റ്റുഡൻസ് പോർട്ടൽ ഉണ്ടാക്കിയവർക്കാണ് ഈ പ്രശ്നം നേരിടേണ്ടി വരിക. മുമ്പ് സ്റ്റുഡൻസ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നൽകിയ ഇമെയിലും ഇപ്പോൾ നൽകിയ ഇമെയിലും സെയിം ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. എന്നാൽ പുതിയ മെയിൽ വെച്ച് അക്കൗണ്ട് ഉണ്ടാക്കേണ്ട ആവശ്യവുമില്ല. ഇമെയിലും പഴയ പാസ്വേഡ് നൽകി നിലവിലുള്ള സ്റ്റുഡൻസ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുക. പാസ്വേഡ് മറന്നവരാണെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് നൽകി പ്രോസസ്സ് പൂർത്തിയാക്കുക. ശേഷം മുകളിൽ വലതുവശത്തായി കാണുന്ന നിങ്ങളുടെ പേരിൽ ക്ലിക്ക് ചെയ്ത് പ്രൊഫൈൽ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഫോട്ടോയ്ക്ക് കീഴിലായി ആഡ് രജിസ്റ്റർ നമ്പർ എന്ന് കാണാം. നിങ്ങളുടെ പുതിയ CAP ID ഇവിടെ ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായി ഫിൽ ചെയ്യപ്പെടും. അഥവാ വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് എൻട്രൻസ് പോർട്ടൽ വഴി നിങ്ങളുടെ അഡ്മിഷൻ പൂർത്തിയാക്കിയിട്ടില്ലാതിരിക്കാൻ സാധ്യതയുണ്ട്. ശേഷം ആഡ് ടു പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ആഡ് ചെയ്തതായി കാണാം. റിഫ്രഷ് ചെയ്താൽ പഴയ നിങ്ങളുടെ ഐഡിയുടെ കൂടെ പുതിയ CAP ID കാണാം. ആ അക്കൗണ്ട് സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഹോസ്റ്റൽ അഡ്മിഷൻ പൂർത്തിയാക്കുക. ഹോസ്റ്റൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിശദമായ വീഡിയോ MSF യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.